നമസ്കാരം, ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. ഈ റിപ്പോ റേറ്റ് നിരക്ക് കുറയ്ക്കുന്നത് ബാങ്കുകളുടെ പലിശ മാർജിനെ അല്ലെങ്കിൽ അതിന്റെ മൊത്തത്തിലുള്ള ലാഭക്ഷമതയിൽ ഏതു തരത്തിലുള്ള സ്വാധീനമാണ് ചെലുത്തുക? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്ന് എടുക്കുന്ന ഷോർട്ട് ടേം ലോണുകളുടെ റേറ്റ് ആണ്. ബാങ്കുകളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫണ്ട് റിക്വയർമെന്റിന് വേണ്ടി ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്ന് പണം എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിപ്പോ റേറ്റ്. അപ്പോൾ ബാങ്കുകൾക്ക് റിപ്പോ റേറ്റിന്റെ റേറ്റ് കുറയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ബാങ്കുകളുടെ കോസ്റ്റ് ഓഫ് ഫണ്ട് കുറയും. കോസ്റ്റ് ഓഫ് ഫണ്ട് കുറയുന്ന സമയത്ത് ആണ് നമ്മൾ ഇതുപോലെ നിലവിലുള്ള കസ്റ്റമേഴ്സിന് നമ്മൾ റേറ്റ് കുറച്ചു കൊടുക്കേണ്ട കരാർ അനുസരിച്ച് തിരിച്ചു കൊടുക്കേണ്ടതും, പുതിയ വായ്പകൾ കൊടുക്കുമ്പോൾ കുറഞ്ഞ കോസ്റ്റ് ഓഫ് ഫണ്ട് ഉള്ളൂ എന്നുള്ളത് കൊണ്ട് കുറഞ്ഞ റേറ്റിൽ വായ്പകൾ കൊടുക്കാൻ ബാങ്കുകൾക്ക് സാധിക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരു ബാങ്ക് റിപ്പോ റേറ്റ് കുറഞ്ഞിട്ട് ഞാൻ റേറ്റ് കുറയ്ക്കാൻ തയ്യാറല്ല എന്ന് വേണമെങ്കിൽ തീരുമാനിക്കാം. പുതിയ ലോണുകൾ കൊടുക്കുമ്പോൾ റിപ്പോ റേറ്റ് ആയിട്ട് ലിങ്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. റിപ്പോ റേറ്റുമേ എത്ര ടോപ്പ് ചെയ്യണമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർദ്ദേശങ്ങളില്ല. അത് ഓരോ ബാങ്കിന്റെയും കോസ്റ്റ് ഓഫ് ഫണ്ട് അനുസരിച്ചും ഓപ്പറേഷൻ കോസ്റ്റ് അനുസരിച്ചും റിസ്കിന്റെ റിക്വയർമെന്റ് അനുസരിച്ചും ക്യാപിറ്റൽ കോസ്റ്റ് അനുസരിച്ചും മറ്റു ധാരാളം പ്രൊവിഷൻസ് അനുസരിച്ചുകൊണ്ടും റിപ്പോ റേറ്റിന്റെ മേലെ ടോപ്പ് ചെയ്യുന്നത് ഓരോ ബാങ്കുകളുടെയും ഇന്റേണൽ പോളിസിയാണ്. വളരെ വൈഡായിട്ടുള്ള അൺഫെയർ ആയിട്ടുള്ള അൺജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എടുക്കാൻ പാടില്ലെന്ന് മാത്രമേ റെഗുലേറ്ററി ഡയറക്ഷൻ ഇപ്പോഴുള്ളൂ. ഇപ്പൊ റിപ്പോ റേറ്റുമേ ലിങ്ക് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ പോലും 5.5% ആണ് റിപ്പോ റേറ്റ് എങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന മാർജിൻ 3% ആണെന്നിരിക്കട്ടെ. ഇപ്പൊ നേരത്തെ 6% റിപ്പോ റേറ്റ് 3% മാർജിൻ വെച്ചുകൊണ്ട് ഞാൻ 9% കൊടുത്തിരുന്ന ലോൺ എനിക്ക് ഇനിയും വേണമെങ്കിൽ 9% കൊടുക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് 5.5% റിപ്പോ റേറ്റുമേ ഞാൻ 3.5% അല്ലെങ്കിൽ 4 അങ്ങനെയുള്ള 3.5% ആണ് ഞാൻ എന്റെ മാർജിൻ കൂട്ടുന്നത്. അതനുസരിച്ചുള്ള ഒരു കമ്പൽഷൻസ് എനിക്കുണ്ട്. അതിന് ബാങ്കുകൾക്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ഇപ്പോൾ. പക്ഷേ അങ്ങനെ ഒരു ബാങ്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് കോമ്പറ്റീഷനിൽ അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മറ്റു കോമ്പറ്റീഷൻസ് ഉള്ളത് കൊണ്ട് ഈ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് പിന്നെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് എൻവയോൺമെന്റ് ആണ്. ഞാൻ ഹോം ലോൺ കൊടുക്കുന്നത് 8% ആണെങ്കിൽ മറ്റൊരു ബാങ്ക് 7% കൊടുക്കുന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് 7% എടുത്തിട്ട് പോകും. അപ്പൊ അത് റിപ്പോ റേറ്റിന്റെ മേലെയുള്ള മാർജിൻ ഫിക്സ് ചെയ്യുന്നത് എനിക്ക് കോസ്റ്റ് ഓഫ് ഫണ്ട് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ഇത് ഡിസൈഡ് ചെയ്യുന്നത് പിന്നീട് മാർക്കറ്റ് ആയിരിക്കും. ഒരു പോയിന്റ് കൂടെ പറഞ്ഞോട്ടെ, അതായത് റിപ്പോ റേറ്റ് നമുക്ക് താഴേക്ക് കൊണ്ടുവരുന്ന സമയത്ത് തീർച്ചയായിട്ടും ബാങ്കുകൾ ആ റേറ്റ് കോമ്പൻസേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഡെപ്പോസിറ്റ് കൊടുക്കുന്ന റേറ്റിലാണ് കോമ്പൻസേറ്റ് ചെയ്യുന്നത്. ഞാൻ 7% ഒരു വർഷത്തെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എടുത്തിരുന്ന റേറ്റ് ഇനി ഒരു വർഷത്തേക്ക് 6.5% ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അത് എന്റെ കോസ്റ്റ് കുറച്ചുകൊണ്ട്, അതുകൊണ്ടാണ് റിപ്പോ റേറ്റ് താഴേക്ക് വരുമ്പോൾ ബാങ്കിൽ നിക്ഷേപിക്കുന്ന ആളുകൾക്ക് നിക്ഷേപത്തിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമെന്ന് പറയുന്നത്. അപ്പോൾ ഇനി വരുന്ന സമയങ്ങളിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ റേറ്റ് കുറഞ്ഞു നിലവിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ കുറയില്ല, പുതുക്കുന്ന സമയത്തായിരിക്കും പുതിയ റേറ്റ് വരുന്നത്. പക്ഷെ പുതിയ ഡെപ്പോസിറ്റുകൾ എടുക്കുന്ന സമയത്ത് ബാങ്കുകൾ ഉടനെ തന്നെ ബാങ്കുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഓൾറെഡി കുറച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ശരി, വ്യക്തമാണ്. ശ്രീ